ഞാൻ വളനിക്ഷേത്രത്തിൽ തൊഴാനായിട്ട് പോയി കഴിഞ്ഞപ്പം തൊഴാനായിട്ട് ചെന്ന് ഒരു വീട്ടിൽ ഒരു കടയിലാണ് ഭക്ഷണം കഴിച്ച് കുളിയും കഴിഞ്ഞ് വിശ്രമിക്കുന്നൊരു സ്ഥലമായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ ഇരുന്ന അവസരത്തിൽ എനിക്ക് ചില ദുർലക്ഷണങ്ങൾ അനുഭവപ്പെട്ടു. അതായത് ചില നെഗറ്റീവ് എനർജികൾ എനിക്ക് തട്ടുന്നതായിട്ട് തോന്നി. ഞാൻ ഒന്നും വിചാരിക്കാതെ ആ കടയുടെ ഉടമസ്ഥന അവിടെ ഒരു മുറിയിൽ ഒരു കട്ടിലിരിക്കുക. അപ്പം ഞാൻ ചോദിച്ചു, എന്നാ ഇവിടെ ഇരിക്കുന്നത്? ഞാൻ വെറുതെ ഇരിക്കുന്നു. പറഞ്ഞാൽ പഴയ ലോഹ്യം വെച്ചുകൊണ്ട് ചോദിച്ചു, ഇവിടെ ആർക്കാണ്ട് അങ്ങമങ്ങാൻ പറ്റിയത് ആരാ ഇവിടെ ഉള്ളതെന്ന് ചോദിച്ചു. ഈ മനുഷ്യൻ അന്നേരം ഇരുന്നിടത്ത് നിന്ന് ആ പുതപ്പ് മാറ്റി കാല് നീട്ടിക്കഴിഞ്ഞ് ആ മനുഷ്യൻ്റെ കാലൊരെണ്ണം മുറിച്ചതായിരുന്നു. ഞാൻ കുറച്ചു നേരം മിണ്ടാണ്ടിരുന്ന് കഴിഞ്ഞാൽ എന്നോട് ചോദിച്ചു, ഇതെങ്ങനെ അറിഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അറിഞ്ഞത് ചില ലക്ഷണങ്ങൾ കൊണ്ടാണ് എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തുമാത്രം പേർക്ക് കാശ് കൊടുക്കാറുണ്ടെന്ന് ചോദിച്ചു. എന്തുമാത്രം സ്ത്രീകളുടെ പ്രാക്ക് മേടിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു. ഇവിടെ എല്ലാം ബ്ലാക്ക് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കാനുള്ളതെന്ന് പറഞ്ഞു. ഏതെങ്കിലും പിന്നത്തെ പോക്കിനാണ് ഞാൻ കരുതിക്കുട്ടി ചെന്നു. ഈ സാധനങ്ങളെല്ലാം ഞാൻ വലിച്ചെടുത്ത് കുളത്തിൽ ഇട്ടു. കുളത്തിൽ എനിക്ക് പറ്റിയ ദോഷം വെച്ചാൽ കുളം നിറച്ച് വെള്ളമില്ലായിരുന്നു. ഈ ഒഴിച്ച വെള്ളം കരയ്ക്കായിപ്പോയി. എനിക്ക് അന്നേരം ഒന്നും തോന്നില്ല. ഞാൻ തിരിച്ചു പോന്നു കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ വന്നു. ആ പാടെ എനിക്ക് വലിയ അസ്വസ്ഥതയായി. ഉടനെ ഞാൻ നോക്കിയതൊക്കെ ആ തമിഴൻ്റെ വീട്ടിലുണ്ടായിരുന്ന നെഗറ്റീവ് മൂർത്തികൾ മുഴുവനുണ്ട് എൻ്റെ കൂടെ. എൻ്റെ കുടുംബദേവതയെ ഭാഗവതി മാത്രമായി ഇപ്പോൾ കാത്തിരിട്ടിട്ടുണ്ട് നിന്നത്. ഞാൻ എൻ്റെ കാര്യം അറിയാൻ വേണ്ടി ഞാൻ മറ്റൊരു ജ്യോതിഷിയുടെ അടുത്ത് ചെന്ന് രാശി വെച്ചപ്പോഴേ പറഞ്ഞ് എത്രയും വേഗം അടുത്ത പണി നോക്കിയോ അല്ലെ ആളിൻ്റെ കാറ്റ് പോവുകയെന്ന് പറഞ്ഞു. അതുപോലെയാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു. പറഞ്ഞാൽ ഞാൻ ചെന്നു. ഞാൻ അവസാനം എന്നോട് പറഞ്ഞു, കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോവുക മാർഗ്ഗമുള്ളൂ, വേറെ യാതൊരു മാർഗ്ഗമില്ല പറഞ്ഞു. നേരെ പിറ്റേ ദിവസം എറണാകുളം ബസ്സിന് കയറി കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ചെന്ന് അവിടെ വഴിപാട് കഴിച്ച് അവിടെ ചില വഴിപാടുകൾ കഴിച്ചതിന് ശേഷമാണ് എൻ്റെ തലേന്നൊരു 50 കിലോ ഭാരം ഇറങ്ങിപ്പോയോലെ എനിക്ക് പിന്നെ ഉണ്ടായ അനുഭവം. അങ്ങനെയാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഇങ്ങനെ സംഭവം എനിക്കുണ്ടായി. അത് പിന്നെ തമിഴ്നാട്ടിൽ നിന്നുണ്ടായതാണ്. അവിടെ ചെയ്യുന്നവരുടെ പണി എന്താണെന്ന് എനിക്കറിയാൻ പാടില്ലായിരുന്നു. പക്ഷേ എൻ്റെ അറിവുകേട് കൊണ്ട് എനിക്കത് പറ്റിപ്പോയി. പക്ഷേ അവർ രക്ഷപ്പെട്ടു. ആ വീട്ടുകാർ രക്ഷപ്പെട്ടു. അവർ വേറെ ആൾ മരിച്ചു പോയി. പിന്നെ വേറെ പുതിയ കടയിടുകയും സാമ്പത്തികമായിട്ട് അവർ ഒരുപാട് വളരുകയും ചെയ്തു. അവരെന്നെ വിളിക്കുകയും പറയുകയൊക്കെ ചെയ്യാറുമുണ്ട്. ഇപ്പോഴും വിളിക്കാറുണ്ട്.